ഹലോ ഗൈസ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ വളരെ മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അൽഗോറിതംസ്. ഈ വീഡിയോ സീരീസിൽ ഞാൻ അൽഗോറിതംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഗേറ്റ് എക്സാമിനേഷൻ്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ അൽഗോറിതംസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ബെനിഫിഷ്യൽ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ അൽഗോറിതംസിൻ്റെ ബേസിക് ഡെഫിനേഷനും അതുപോലെ പ്രോപ്പർട്ടീസും പിന്നെ അനാലിസിസിനെ കുറിച്ച് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അൽഗോറിതം എന്ന് വെച്ചാൽ എന്താണ്? ബിഫോർ വി സ്റ്റാർട്ട്, ഞാൻ ഇതിൽ നമുക്ക് ബേസിക്കലി അൽഗോറിതംസിൽ വരുന്നത് മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അനാലിസിസ്, പിന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ, അതുപോലെ ഗ്രീഡി ടെക്നിക്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അത് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി ടെക്നിക്കും ഡൈനാമിക് പ്രോഗ്രാമിംഗും ആക്ച്വലി അൽഗോറിതം ഡിസൈൻസിൽ വരുന്ന 3 കാര്യങ്ങളാണ്. അൽഗോറിതം ഡിസൈൻസിലെ 3 ബേസിക് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് ഡിവൈഡ് ആൻഡ് കോൺകർ, അതുപോലെ ഗ്രീഡി ടെക്നിക്സ്, അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് വരും ഡിവൈഡ് ആൻഡ് കോൺകറിലും ഗ്രീഡിയിലും ഡൈനാമിക്കിലും. അതിന് പ്രോപ്പറായിട്ട് അതിൽ ഓരോ ഈ ടെക്നീക്സിലും ഡിസൈൻസിലും അതിനനുസരിച്ച് അതിനെ അനലൈസ് ചെയ്യാനും ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റിൽ മേജർ ആയിട്ട് വരുന്നത്. അതുപോലെ ട്രീ, ഗ്രാഫ്, ഹാഷിംഗ്. അപ്പോൾ ഇതൊരു ലൈനിൽ എഴുതിയെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ട്രീ, ഗ്രാഫ്സ്, ഹാഷിങ്ങിൽ തന്നെ ട്രീസിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ടൈപ്പ് ഓഫ് ട്രീസ് ഉണ്ട്, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, അതുപോലെ ഗ്രാഫ്സ്, ഹാഷിങ്ങിലും കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ക്ലാസ്സസ് കമ്പ്യൂട്ടർ സയൻസ് അറിയുന്ന ഓൾറെഡി പഠിച്ച ആൾക്കാർക്കറിയാം. ഈ എൻ പി കംപ്ലീറ്റ്, അതുപോലെ അൺഡിസൈഡബിലിറ്റി പ്രോബ്ലം, അത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കോർ തന്നെയാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടന്റ്സ് കംപ്ലീറ്റ് ആയിട്ടും ഈ വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ്സ് നമുക്ക് തുടങ്ങാം. എന്താണ് അൽഗോറിതം എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. ഡെഫിനിഷൻ പറയുന്നത് പോലെ നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡെഫിനിഷൻ വായിക്കുന്ന പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് സ്റ്റെപ്സ് ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഏതെങ്കിലും ചെറുതും വലുതുമായ നമ്മുടെ ലൈഫിൽ ഉള്ള പ്രോബ്ലം ആയാലും, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പ്രോബ്ലമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രോബ്ലം എന്തായാലും, നമുക്ക് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സീക്വൻസ്, നമ്മൾ കുറെ സ്റ്റെപ്സ് എഴുതും. ഇത് ആദ്യം ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം. അവസാനം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നവരെ നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കും, ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടാക്കും. ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി മേടിച്ച വണ്ടീനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ബിഫോർ യു ഗോ ടു ദ RTO നമുക്ക് എന്തൊക്കെ കയ്യിലുണ്ടാവണം? നമ്മുടെ ടെമ്പററി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ കണ്ടീഷൻ കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ഉണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് RTO വരെ എത്തുന്നു. അവിടെ നിന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുന്നു, പുള്ളിക്കാരൻ അത് ചെക്ക് ചെയ്യുന്നു. അവസാനം നമ്മുടെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ ടെമ്പററി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ വണ്ടി കറക്റ്റ് കണ്ടീഷൻ ആണോ നമ്മൾ തന്നെ വെരിഫൈ ചെയ്യുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കും. ഈ ഒരു കോമ്പിനേഷനാണ്, ഈ ഫൈനൈറ്റ് സ്റ്റെപ്സിന്റെ ഈ കോമ്പിനേഷനാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുക. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ പർട്ടിക്കുലർ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ നമുക്ക് ഡെഫിനേഷൻ നമുക്ക് നോക്കാൻ പറ്റും. 2 കീ വേർഡ്സ് ഉണ്ട്, ഒന്ന് സീക്വൻസും ഒന്ന് ഫൈനൈറ്റ് സ്റ്റെപ്സും. ഇതൊരു പർട്ടിക്കുലർ ഈ സ്റ്റെപ്സ് എല്ലാം നമുക്ക് കറക്റ്റ് സീക്വൻസിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വണ്ടി രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. നമ്മൾ വണ്ടീന്റെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ RTOയിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്, അല്ലേ? സോ വി നീഡ് ടു ഫോളോ എ പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് സ്റ്റെപ്സ്. അതുപോലെ തന്നെ ഫൈനൈറ്റ് എന്ന് വെച്ചാൽ അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു ബൗണ്ടറി ഉണ്ട്, അല്ലേ? അതൊരു കംപ്ലീറ്റ് ആവാതെ ഇരിക്കുന്ന ഒരു വസ്തുതയല്ല. അത് ഓരോ സ്റ്റെപ്പും അതിനൊരു ഫൈനൈറ്റ് ബൗണ്ടറി ഉണ്ട്, അത് കംപ്ലീറ്റ് ആവണം. അതായത് നമുക്ക് വണ്ടിന്റെ പേപ്പർ എന്ന് വെച്ചാൽ അതൊരു ഫൈനൈറ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു. അപ്പൊ അടുത്ത നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഈ അൽഗോറിതത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കാണാൻ പോകുന്നത്. സോ ഡെഫിനേഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് സ്റ്റെപ്സ് ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഓഫ്കോഴ്സ് ഇതൊന്നും നമ്മുടെ ഗേറ്റ് എക്സാമിനേഷനിൽ ഡിഫൈൻ അൽഗോറിതം എന്ന് പറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്കും ഉള്ള ഒരു വീഡിയോ ആണിത്.
അപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് അറിയുന്നതും അൽഗോരിതത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിനകത്ത് അങ്ങനെ നമ്മൾ മേജർ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ അൽഗോരിതത്തിന്റെ നമ്മൾ ആ എസെൻസിനെയോ അതൊന്നും ടച്ച് ചെയ്യുന്നില്ല ഇവിടെ. സോ ഞാനിത് പറയുന്നത് വെച്ചാൽ സ്റ്റാർട്ടിങ് മുതൽ ഒരാൾക്ക് അൽഗോരിതത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാനാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ നോക്കുന്ന പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം നമുക്കുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിനെ എങ്ങനെയാ സ്റ്റെപ്പ് പോകുന്നത് വെച്ചാൽ ഏറ്റവും ആദ്യം 2 നമ്പേഴ്സ് നമ്മൾ എടുക്കുക, അത് ഇൻപുട്ട് ആയിട്ട് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ വണ്ടിന്റെ പേപ്പറും നമ്മുടെ ലൈസൻസും. ഓക്കെ, അതുപോലെ നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ ആ കറക്റ്റ് ആയിട്ട് സ്ഥലത്ത് പോയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സി ഈസ് ഈക്വൽ ടു ആഡ് എ ബി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 2 നമ്പറിനെ സം ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. സോ അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഡെഫിനേഷനിൽ കണ്ടുപോലെ ടെർമിനേറ്റ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് ടൈം. ഇതൊരു ലോങ് പ്രോസസ്സോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു പ്രോസസ് അല്ല. ഇതൊരു ടൈം കഴിയുമ്പോഴേക്കും ടെർമിനേറ്റ് ആവണം അല്ലെങ്കിൽ നിൽക്കണം. അതാണ് ഇതിന്റെ അൽഗോരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി. അൽഗോരിതം ഒരിക്കലും ഇൻഫൈനൈറ്റ് ടൈമിലോട്ട് പോകുന്നില്ല. ഇറ്റ് ഷുഡ് ടെർമിനേറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് ടൈം. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പ്രൊഡ്യൂസസ് എ മിനിമം ഔട്ട്പുട്ട് ഓഫ് 1. ഒന്നോ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തേ പറ്റൂ. ഔട്ട്പുട്ട് ഇല്ലാതെ ഒരു അൽഗോരിതം എൻഡ് ആവത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം 0 ഓർ മോർ ഇൻപുട്ട്. ഒരു ഇൻപുട്ട് പോലും ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാം, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻപുട്ട് നമുക്ക് ഒരു അൽഗോരിതത്തിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ അൽഗോരിതം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഐ അഗൈൻ യൂസ് ദ ടേം ജനറേറ്റ്, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി ഓബ്വിയസ്ലി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഞാൻ എങ്ങനെ ഇതിനെ ഫോർമുലേറ്റ് ചെയ്യും എന്നുള്ള ഞാൻ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി അഫ്കോഴ്സ് എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. നമുക്കറിയാം നമ്മൾ അതിനുവേണ്ടി പല ഫ്ലോ ചാർട്ട്സും സൂഡോ കോഡ്സും അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മലയാളം ലാംഗ്വേജ്, അങ്ങനെ ഏത് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് അൽഗോരിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന വെച്ചാൽ അവരൊരു സൂഡോ കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ യു മൈറ്റ് ഹാവ് ഹേർഡ് ദ ടേം സൂഡോ കോഡ് അല്ലെ. അത് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള കോഡ് അല്ല, സിൻടാക്സ് ഒക്കെ വെച്ചിട്ടുള്ള യൂസ് ചെയ്തൊരു കോഡല്ല, പക്ഷേ മറിച്ച് അത് ഒരു കോഡിന്റെ പാറ്റേണിൽ തന്നെയാണ് അല്ലെ. സോ അത് വായിക്കുമ്പോൾ യൂസറിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയും നമ്മളൊരു ബ്ലൂ പ്രിന്റ് പോലെയാണ് ഈ സൂഡോ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, എവറി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ഡിറ്റർമിനിസ്റ്റിക്. എല്ലാ സ്റ്റേറ്റ്മെന്റും ഫൈനൈറ്റ് ആയിരിക്കണം, എല്ലാ സ്റ്റേറ്റ്മെന്റും ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം. അതിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പൊ നമ്മൾ ഒരു അൽഗോരിതം എഴുതുവാണ്, 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് തന്നെ ഒരു എത്തും പിടിയില്ല, അത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നില്ല. എനിക്ക് 4ാമത്തെ സ്റ്റെപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. 3 സ്റ്റെപ്പിനും കൂടിയ സ്റ്റെപ്പ് അല്ല, അതിന് സീക്വൻസ് ആയിട്ട് വരുന്ന സ്റ്റെപ്പ് അല്ല, ഇതിനൊരു അന്ത്യമില്ല. ഇതിനൊരു ഡിറ്റർമൈൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ അൽഗോരിതം അല്ല. സോ എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും വി ഷുഡ് ബി ഏബിൾ ടു ഡിറ്റർമൈൻ ഓർ ഇറ്റ് ഷുഡ് ബി ഡിറ്റർമിനിസ്റ്റിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെപ്സ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് അൽഗോരിതം. ഒരു അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പടികളിൽ കൂടെ കടന്നു പോകണം. ഓക്കെ, ആദ്യത്തെ കാര്യം നമ്മുടെ പ്രോബ്ലം ഡെഫിനേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൽഗോരിതം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോബ്ലത്തെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തീസീസ് ഒക്കെ എഴുതുമ്പോൾ ആ പെർട്ടിക്കുലർ തീസീസ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തീസീസ് അല്ലെങ്കിൽ നമ്മളൊരു മെയിൻ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുവാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ ചെയ്തവർക്കൊക്കെ അറിയാം. അത് നമ്മൾ അതിൽ നേരത്തെ ചെയ്ത ആൾക്കാരോട് ഒപ്പീനിയൻ ചോദിക്കും. ചെയ്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ഒപ്പീനിയൻ ചോദിക്കും, അതിനകത്ത് എക്സ്പേർട്സ് ആയ ആൾക്കാരുടെ ഒപ്പീനിയൻ നമ്മൾ ചോദിക്കും. അതുപോലെ നമ്മൾ പ്രോബ്ലത്തെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും അല്ലെ. സോ ഏത് അൽഗോരിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലായാലും നമ്മൾ ഏത് പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്നാലും ആ പ്രോബ്ലത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിവുണ്ടെങ്കിലേ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അൽഗോരിതം ചൂസോ അതിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ ഒരു അൽഗോരിതത്തെ ഡിസൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽഗോരിതം 3 പാറ്റേൺ ഉണ്ട്. ഡിവൈഡ് ആൻഡ് കോൺകർ ഒരു ഡിസൈൻ ആണ്, അതുപോലെ ഗ്രീഡി ടെക്നിക് ഇസ് വൺ ഓഫ് ദി ഡിസൈൻ, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒരു ഡിസൈനാണ്. നമ്മളിവിടെ ഒരു അൽഗോരിതത്തെ ഡിസൈൻ ചെയ്യുമല്ല, നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ ഈ 3 ടെക്നീക്സിൽ ഏതെങ്കിലും ഒരു ടെക്നീക്കിലായിരിക്കും അഡ്ഹയർ ചെയ്യുന്നത്.
അല്ലേ? സോ ഇത് നമുക്ക് ഈ അൽഗോറിതം ഡിസൈൻ നമുക്ക് വേറൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് നമ്മൾ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അൽഗോറിതത്തെ നമ്മൾ ഡിസൈൻ ചെയ്യും അല്ലേ? അതായത് ഈ 3 ഡിസൈൻഡ് ആയിട്ടുള്ള അൽഗോറിതത്തിൽ ഏതെങ്കിലും ഒരു അൽഗോറിതം ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ആൻഡ് കോൺകർ നമ്മൾ പറയുവാണെങ്കിൽ ഒരു വലിയ പെർട്ടിക്കുലർ പ്രോബ്ലത്തെ നമ്മൾ ചെറുതാക്കി അവസാനം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് പിന്നെ മെർജ് ചെയ്ത് പോകും. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ചെയ്ത ആ ടെക്നീക്ക്, അവര് യൂണിറ്റിനെ ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് കോൺകർ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ അങ്ങനെ ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നീക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഗ്രീഡി ടെക്നീക്കും ഡൈനാമിക്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാം. ആസ് ഫോർ നൗ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, ഇതെല്ലാം ഒരു അൽഗോറിതം ഡിസൈൻ ആണ് ആൻഡ് വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു വൺ ഓഫ് ദീസ് അൽഗോറിതം ഡിസൈൻസ് അല്ലേ? അടുത്തത് നമ്മളൊരു ഫ്ലോ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പെർട്ടിക്കുലർ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ കൺട്രോൾ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം, ഇത് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് തന്നെ പോയിട്ട് വീണ്ടും ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരണം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഫ്ലോ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യും. നമ്മുടെ ബിടെക് ഡേയ്സിലും അല്ലെങ്കിൽ +1 +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, ആ ഫ്ലോ ചാർട്ട് നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഫ്ലോ ചാർട്ടും ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് മാൻഡേറ്ററി, നമുക്ക് ചെയ്യണമായിരുന്നു. സോ ആ ഫ്ലോ ചാർട്ട് അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ എക്സിക്യൂഷൻ ഫ്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. തന്നെയല്ല, അതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാനും നമുക്കത് എളുപ്പമായിരിക്കും. സോ അടുത്താണ് വെരിഫിക്കേഷൻ. നമ്മൾ ഈ പെർട്ടിക്കുലർ ഫ്ലോ ചാർട്ടും നമ്മുടെ പ്രോബ്ലം ഡെഫിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസൈൻ പാറ്റേൺ എടുത്തു, അതുപോലെ നമ്മൾ ഫ്ലോ ചാർട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ കോഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്ക് വെരിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ കോഡിംഗ് പറയുന്നത്. അപ്പോൾ ആ കോഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ, നമ്മൾ C++, പൈത്തൺ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണ് നമുക്ക് നമ്മുടെ ഫെമിലിയാരിറ്റി അനുസരിച്ച് നമ്മൾ അൽഗോറിതം എഴുതിയിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ കോഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് അനാലിസിസ് നടക്കുന്നത്. അപ്പൊ ഈ അൽഗോറിതത്തിന്റെ കൺസ്ട്രക്ഷന്റെ നമ്മൾ അനാലിസിസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ സോൾവ് ചെയ്തു, നിങ്ങൾ വേറൊരു രീതിയിലാണ് സോൾവ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ചെയ്യാൻ വേണ്ടി 100 ലൈൻസ് ഓഫ് കോഡ് ഞാൻ യൂസ് ചെയ്തു, നിങ്ങൾ വെറും അത് 20-25 ലൈൻസ് ഓഫ് കോഡിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അൽഗോറിതം എന്നെക്കാളും ബെറ്റർ ആയിരുന്നു. കാരണം വെച്ചാൽ നിങ്ങളുടെ അൽഗോറിതം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരുന്നു, സമയം നിങ്ങൾക്ക് പെട്ടെന്ന് ലാഭിക്കാൻ പറ്റി, അതുപോലെ സ്പേസും കുറച്ച് യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ. സോ അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏത് അൽഗോറിതമാണ് നല്ലത്, ഏത് അൽഗോറിതമാണ് മോശം എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് കുറെ അപ്രോക്സിമേഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ സബ്ജക്ട് വരുന്നത് അൽഗോറിതം അനാലിസിസ് ആൻഡ് അൽഗോറിതം ഡിസൈൻ ആൻഡ് അനാലിസിസ് ആണ്. സോ അൽഗോറിതം ഡിസൈൻ നമ്മൾ നോക്കും, അതിന്റെ കൂടെ ഇതിന്റെ അനാലിസിസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഗേറ്റ് എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മളൊരു ഏതെങ്കിലും അൽഗോറിതം നമുക്ക് തരും, അവർ നമ്മളോട് അതിന്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കും, നമ്മൾ എന്താണ് കോംപ്ലക്സിറ്റി എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അപ്പൊ ഈ അനാലിസിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. കാരണം അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വിച്ച് അൽഗോറിതം ഇസ് ബെറ്റർ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ അനാലിസിസിനെ കുറിച്ച് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ when a particular problem is having more than one algorithm, best is decided by analysis based on 2 factors. ഓക്കെ, നമ്മൾ ഏതെങ്കിലും പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ അൽഗോറിതം യൂസ് ചെയ്യുവാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, വിച്ച് ഇസ് ഓൾവേസ് ദെയർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം നമ്മൾ 2 ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് CPU യൂസേജ്, അല്ലെ, എത്ര സമയം എടുത്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ആള് ഒരു ആ പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ആയത്. രണ്ടാമത്തെ എത്ര മെമ്മറി സ്പേസ് ഉപയോഗിച്ചു എന്നുള്ള കാര്യം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മേജറായിട്ട് നോക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്താണ്. കാരണം അത് വളരെ ഓബ്വിയസ് ആയിട്ടൊരു റീസൺ അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പേസ് അധികം ഉപയോഗിച്ചെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ടൈം ബൗണ്ടഡ് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്നാണ് ഒരു സംഭവം നമുക്ക് ചെയ്ത് കിട്ടുന്നത് നമ്മൾ അതിലായിരിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് കാശ് ചെലവായില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ചില സർവീസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിരിക്കും അല്ലെ. സോ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇനിയുള്ള നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ടൈം അനാലിസിസിലായിരിക്കും ഉള്ളത്. സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്, പക്ഷെ ടൈം അനാലിസിസ് ആണ് നമ്മുടെ മേജർ ആയിട്ടുള്ള അൽഗോരിതത്തിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതത്തിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതികളുണ്ട്. ഒന്ന് എ പോസ്റ്റീരിയോറി അല്ലെങ്കിൽ റിലേറ്റീവ് അനാലിസിസ്, അതുപോലെ തന്നെ എ പ്രയോറി അനാലിസിസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് അനാലിസിസ്. ഈ രണ്ട് രീതിയിലുള്ള ടൈം അനാലിസിസ് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ടുള്ളതിനകത്ത് ഞാൻ ഇതിന്റെ ഡിഫറൻസ് ഞാൻ പറയുവാണെങ്കിൽ, എ പോസ്റ്റീരിയോറി അനാലിസിസ് അല്ലെങ്കിൽ റിലേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസസ്സർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലാംഗ്വേജ് ഓഫ് കമ്പൈലർ രണ്ട് തവണ വന്നല്ലേ, ഐ എം സോറി, ആൻഡ് ടൈപ്പ് ഓഫ് പ്രോസസ്സർ. അതുപോലെ തന്നെ എ പ്രയോറി അനാലിസിസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലാംഗ്വേജ് ഓഫ് കമ്പൈലർ ആൻഡ് ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പോസ്റ്റീരിയോറി അനാലിസിസ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലറിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അതെന്ന് വെച്ചാൽ അത് സിസ്റ്റം ഓറിയന്റഡ് ആണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ അൽഗോരിതം എഴുതി ആ അൽഗോരിതം ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആ അനാലിസിസ് ഇറ്റ് ഈസ് റിലേറ്റീവ് അനാലിസിസ്. റിലേറ്റഡ് ടു വാട്ട്? ഇറ്റ് ഈസ് റിലേറ്റീവ് ടു വൺ പെർട്ടിക്കുലർ സിസ്റ്റം ഓർ വൺ പെർട്ടിക്കുലർ എൻവയറമെന്റ്. ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ എന്ത് എൻവയറമെന്റ് ഉണ്ട്, ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ അനാലിസിസ്. പക്ഷേ മറിച്ച് എപ്രയോറി അനാലിസിസിൽ, അത് ആബ്സല്യൂട്ട് അനാലിസിസ് നമ്മൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി മെഷീൻ. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം തന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇത്രയൊക്കെ സമയം എടുക്കും. അത് വി ആർ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദ പ്രോസസ്സേഴ്സ്. കമ്പൈലർ നമ്മൾ ഡിപ്പെൻഡന്റ് അല്ല, പക്ഷെ അത് ആബ്സല്യൂട്ട് ആയിട്ടൊരു അനാലിസിസ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എ പോസ്റ്റീരിയോറി അനാലിസിസ് അല്ലെങ്കിൽ റിലേറ്റീവ് അനാലിസിസിൽ എക്സാക്ട് ആൻസർ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് പ്രൊസസർ ആൻഡ് ദ കമ്പൈലർ. അപ്പൊ ആ പെർട്ടിക്കുലർ മെഷീനിൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ആൻ എക്സാക്ട് ആൻസർ. ബിക്കോസ് ആ പെർട്ടിക്കുലർ എൻവയറമെന്റിനെയും കൺസ്ട്രെയിന്റിനെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ മെഷീനിൽ അൽഗോരിതം റൺ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാക്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് എപ്രയോറി അനാലിസിസിൽ നമുക്ക് അങ്ങനെ ഒരു എക്സാക്ട് ആൻസർ നമുക്ക് അങ്ങനെ കിട്ടില്ല. നമുക്കൊരു അപ്രോക്സിമേറ്റ് ആൻസർ തരാൻ പറ്റും. ഇത് ഏത് സിസ്റ്റത്തിൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ അൽഗോരിതം എടുക്കുന്ന സമയം ഇത്രയും ആയിരിക്കും എന്നുള്ള ഒരു അപ്രോക്സിമേഷൻ നമുക്ക് തരാൻ പറ്റും. എ പോസ്റ്റീരിയോറി അനാലിസിസ് പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ മാത്രമേ ഒരു ആൻസർ തരും. വേറൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ വേറൊരു ആൻസർ ചെയ്യിക്കും. അതാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ നോക്കുന്നത്. ഇറ്റ് ചേഞ്ചസ് വിത്ത് സിസ്റ്റംസ്. ഓരോ സിസ്റ്റത്തിൽ ഓരോ രീതിയിലുള്ള അനാലിസിസ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എ പ്രയോറി അനാലിസിസ് ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ സിസ്റ്റംസ്. അതൊന്നും നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ആൻസർ, ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് തരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം കോംപ്ലക്സിറ്റിനെ കുറിച്ച് നോക്കി, പ്രോപ്പർട്ടീസ് ഓഫ് അൽഗോരിതം, ബേസിക് ഡെഫിനേഷൻ ഓഫ് അൽഗോരിതം നോക്കി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അനാലിസിസ്, ഐ വിൽ ഗിവ് യു സർട്ടൻ എക്സാമ്പിൾസ്. ആ പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് എ പ്രയോറി അനാലിസിസ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. എ പ്രയോറി അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് കൂടുതലും ചെയ്യുന്നത്. നമ്മുടെ അൽഗോരിതത്തിൽ നമ്മൾ എ പ്രയോറി അനാലിസിസ് ആണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഐ വിൽ ഷോ യു കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് അനാലിസിസ് നടത്തേണ്ടത്, ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫോർ ദ ടൈം ബീങ്, thank you so much for watching and keep on watching. Thank you.